മകളായിരിക്കുമ്പോ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മോളാകണം. അങ്ങനെ ആക്കണം. അതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നാക്കണം. അല്ലാതെ ഏവനെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഏതെങ്കിലും വൃത്തികെട്ട മറുനാടൻ മലയാളികൾ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോ അവന്റെ കാര്യം എന്തായിരുന്നാലും പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ, ഏകദേശം പൂർത്തീകരണ വക്കിലേക്ക് എത്തിയിരിക്കുന്നത്. പലരെയും പേര് പിടിക്കാൻ തുടങ്ങി. ഇവന് ലോകം ചമയുന്ന, ലോക പോലീസ് ചമയുന്ന ഒരു വാർത്താവതാരകനായി സ്വയം വിശേഷിക്കപ്പെട്ടപ്പോൾ ആ വിഷം വിസർജിക്കുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ട ചാനൽ പൂട്ടാൻ അൻവർ എന്ന് പറയുന്ന MLA നടത്തിയ ആ സമരത്തിന് എല്ലാ നിലയിലുള്ള പിന്തുണ. പാർട്ടി നോക്കിയിട്ടല്ല, അൻവർ എന്ന് പറയുന്ന MLA കാണുകയാണെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സിന് ആഗ്രഹമുണ്ട്. കാരണം എന്താ, എവരൊന്ന് പൂട്ടിച്ചല്ലോ, ഒരു അല്പനേരമെങ്കിലും പൂട്ടിച്ചല്ലോ. പൂട്ടിക്കാൻ പറ്റില്ല, കാരണം അച്ചാരം കൊടുക്കുന്ന അമ്മായി അപ്പന്മാര് ഒരുപാടുണ്ട്, അതുകൊണ്ട് പൂട്ടിക്കാനൊന്നും പറ്റൂല. പക്ഷേ ദിവസവും വിസർജിച്ചു കൊണ്ടിരിക്കുന്ന വിഷം, ആ വിഷം വമിക്കുന്ന വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചാനല്, ആ ചാനൽ പോലുള്ള ഒരു കോളാമ്പിയുണ്ട്. അതുപോലെ പിന്നെ വേറെന്താ പിന്നെ വേറൊരു സാധനം, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അങ്ങനെ ഈ കുറെ ചാനലുകളിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും മദ്രസയിലാക്കാതെ ബനാത്തിലാക്കാതെ അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കാതെ ഇരുന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഒരിക്കലും സാജൻസ്കറിയമാര് വരൂല, ഒരിക്കലും മറുനാടൻ മലയാളി വരൂല, ഒരിക്കലും നെതർലാൻഡിന്റെ അടച്ചിട്ട റൂമിനകത്തിരുന്ന് ഇസ്ലാമിനെ കരിവാരിട്ടേക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൈമാര് വരൂല, ഒരുത്തന്മാരും വരൂല. ഇസ്ലാമിനെതിരെയും മദ്രസക്കെതിരെ ദിവസവും വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷം വമിക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ ഇസ്ലാമിനെ കരിവാരിട്ടേക്കുന്ന ജാമിദമാരും ജസ്ലമാരും ഒന്നും നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി വരൂല. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനമായിട്ട്, കവാടമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ മക്കൾ തിരശീലയായിട്ട് പ്രതിരോധത്തിന്റെ കവചമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. അല്ലാതെ ഏവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ കരുതും അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. എവിടെ രക്ഷപ്പെടാനാ? ഈ മക്കള് സിറാത്ത് കയറി പോകാൻ നേരത്ത് മക്കള് പറയും റബ്ബനാ വആതിഹിം ലൈഫൈന മിനൽ അദാബ്, പടച്ചോനെ അവിടെ പിടിച്ചു നിർത്ത്, എന്റെ ഉമ്മായെ എന്റെ വാപ്പായെ പിടിച്ചു നിർത്ത്, എന്നിട്ട് ഇരട്ടി ശിക്ഷ അവന് കൊടുക്ക്, അവക്ക് കൊടുക്ക്. ആഖിറത്തിൽ പറയൂലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നമ്മൾ മരിച്ചുപോയാൽ ഇതൊന്നും നമ്മൾ അറിയില്ലെന്നാണോ? ജീവിച്ചിരിക്കുന്നവരുടെ ഓരോ പ്രവർത്തനങ്ങളും മരിച്ചുപോയ ആ മയ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകളെ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ആ മലക്കുകൾ ആ മയ്യത്ത് ഖബറിൽ കിടന്ന് നമുക്ക് വേണ്ടി ദുആരക്കുമെന്നല്ലേ നമ്മുടെ സൽപ്രവൃത്തിയാണെങ്കിൽ അത് എന്നെന്ന് നിലനിർത്താനും അതിന്റെ പേരിൽ സന്തോഷിക്കുകയും, അതല്ല മോശമായ പ്രവൃത്തിയാണ് നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്നെങ്കിൽ അവർക്ക് ഹിദായത്തിനു വേണ്ടി ഖബറിൽ കിടന്ന് ദുആരക്കുമെന്നല്ലേ ആരംഭ പൂവായ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. പക്ഷെ അത് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെയ്യണ്ടേ, ഒന്ന് പഠിപ്പിക്കണ്ടേ? അതുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ കാവല നിങ്ങൾക്ക്. എന്നിട്ട് ആ മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ ഒരുത്തനെ പിടിച്ചേൽപ്പിക്കുമല്ലോ, ഒരുത്തന്റെ കയ്യിൽ നിങ്ങൾ പിടിച്ചേൽപ്പിക്കുമല്ലോ. അവന്റെ ജീവിതത്തിൽ നിങ്ങളോട് കാണിച്ച സ്നേഹം അവന്റെ ഉമ്മയോട് കാണിക്കണം, നിങ്ങളോട് കാണിച്ച ബഹുമാനവും ആദരവും അവന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ കാണിക്കണം. ആ നിലയിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഭർത്താക്കന്മാരാകുന്ന കല്യാണം കഴിക്കുന്നവരുടെ ദീനിന്റെ പകുതി പൂർത്തീകരിക്കണമെങ്കിൽ ഇവിടുന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് അവനെ അടിയും കൊടുത്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഇന്നിപ്പോ നാട്ടുകാർ പറഞ്ഞെന്താണെന്നറിയോ? നാട്ടുകാർ പറഞ്ഞത് സ്വന്തം മകളെ വെട്ടിക്കൊന്നവനെ നാട്ടുകാർ പറയുന്നത് ഇവന് പരോള് വാങ്ങി തിരിച്ചു വരും, ഇവന് പരോളിലിറങ്ങും, ജാമ്യത്തിലിറങ്ങും. ഇവന് വാദിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ക്രിമിനൽ വക്കീലുമാര് ഈ നാട്ടിലുണ്ട്. ആ വക്കീലുമാര് വാദിച്ചിട്ട് ഈ അച്ഛനെന്ന് പറയപ്പെടുന്ന മൃഗത്തെ പുറത്തിറക്കാൻ ആളുണ്ടാവും. വൃദ്ധന്മാര്, ആ നാട്ടുകാരായ വൃദ്ധന്മാര് പറയാണ്, അങ്ങനെ ഇറങ്ങി വന്ന കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട് ഇവിടെ. അതാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി. ഇവിടത്തെ നിയമവ്യവസ്ഥിതി ഇതാണ്. എന്ത് വ്യവസ്ഥിതി? ലീവ് ചോദിച്ചിട്ട് കൊടുക്കാത്ത കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്റെ കവോലത്തിൽ ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു, മോന്തക്കിട്ടൊന്ന് കൊടുത്തു, 3 മാസത്തെ സസ്പെൻഷൻ, പൊക്കോ. അപ്പൊ 3 മാസത്തെ ലീവായി. ഇതാണ് ലോകം, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി. ഞാൻ കുറ്റം പറയുന്നതല്ല. എന്റെ ഭാര്യ ഒരുത്തന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് പോകുന്നത് കണ്ട് ഞാൻ അവക്കൊന്ന് പൊട്ടിച്ചാൽ ഞാൻ 13 വർഷം ജയിലില്ല. അതേസമയം പ്രായപൂർത്തിയെത്തി 15-16 വയസ്സുള്ള പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി എവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും ചോദ്യം ചെയ്യാൽ അവന് സദാചാര പോലീസ്, അവന് ശിക്ഷ.
ആ പെൺകുട്ടി ഈ കിളികളെന്നല്ലേ പറയുന്നത്, ഈ കമിതാക്കൾക്ക് കിളികൾക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് സപ്പോർട്ട്. എന്നാൽ മാനമര്യാദയ്ക്ക് രണ്ടുപേരുടെ സാക്ഷി സാന്നിധ്യത്തിൽ നല്ല ആളുകൾക്ക് മട്ടൻ ബിരിയാണിയും കൊടുത്ത് പള്ളിയിലെ കാളിയെ കൊണ്ടുവന്ന് നല്ല നിലയിൽ ഒരു കല്യാണം 18ാമത്തെ വയസ്സിൽ കെട്ടിച്ചു കൊടുത്ത വാപ്പ ജയിലിനകത്ത്. കാരണം പ്രായപൂർത്തിയായിട്ടില്ല പോലും. എന്തൊന്ന് വ്യവസ്ഥിതിയാ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വ്യവസ്ഥിതിയാ. ഞാൻ പറഞ്ഞു വന്നത്, ആ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജയിലിന്റെ അവസ്ഥകൾ എത്തപ്പെടുമ്പോൾ ഒരു കാര്യം ആവർത്തിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഒരു കറുത്ത ഷർട്ടിൽ ഒരു പുള്ളി വീണാൽ ആരും കാണൂല, വെള്ള ഷർട്ടിൽ ഒരു പുള്ളി വീണാലാ കാണുക. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഏവനെങ്കിലും കാണിച്ചാൽ അവന് വേണ്ടിയിട്ട് ഓശാന പാടുകയും ഒത്താശ ചെയ്യുകയും അല്ല വേണ്ടത്. അവനെ ആ പണി അവസാനിപ്പിച്ചിട്ട് നിനക്ക് ഈ പണി ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തണം. അതാ ചെയ്യേണ്ടത്. അത് യോജിക്കുന്നതോടൊപ്പം തന്നെ പറയാണ്, ആവശ്യമില്ലാത്ത അപവാദങ്ങളുടെ പേരിൽ നമ്മുടെ കോളേജുകൾ പൂട്ടിക്കാൻ നിങ്ങൾ നിൽക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോളേജുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം. ഒരു സമയത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ് മുക്കിന് ദറസ്, മുക്കിന് കോളേജുകൾ. ഇപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായി പിന്താങ്ങണം. എന്തെന്നറിയോ? എന്തുകൊണ്ടാണ്? ഓരോ സ്ഥലത്ത് ബുൾഡോസർ രാജിൽ മദ്രസകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലിരിക്കുക, ഭൂമിയിലും അല്ല ആകാശത്തിലും അല്ല, അന്തരീക്ഷത്തിലിരിക്കുക. അപ്പൊ ആ സ്ഥലത്തൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇപ്പൊ മഴ പെയ്യിപ്പിക്കുന്ന വിഷയത്തിലാണ് ചില എംബോക്കികൾക്കുള്ള സംശയം. മഴ പെയ്യിപ്പിക്കുന്ന വിഷയത്തില് മദ്രസയിൽ മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്ന പഠിപ്പിച്ചാൽ ആർക്കാടാ കുരുപൊട്ടേണ്ടത്? ആർക്കാ കുരുപൊട്ടേണ്ടത് എന്ന് ആലോചിച്ച് നോക്കിയേ. മദ്രസകളില് അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുമ്പോ പൊട്ടുന്ന കുരുവൊക്കെ പുറത്തുള്ള കുരുവാ. അതിനാ പുറത്തുള്ള കുരു പൊട്ടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? മഴ പെയ്യിപ്പിക്കുന്ന പടച്ചവനാണെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? ഇസ്ലാമില് ആ ഒരു സംസ്കാരമല്ലേ നമ്മൾ പഠിച്ചു വന്നത്? ലോകം അംഗീകരിച്ചതല്ലേ? ശാസ്ത്രം അംഗീകരിച്ചതല്ലേ? ആ ശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യത്തെ ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് വിളംബരം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ചൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും സർവ്വ സ്വാതന്ത്ര്യമുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന ഇവിടെ വിഭാവന ചെയ്യുന്ന ഒരു മതത്തിന്റെ സംസ്കാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൊഞ്ഞനം കുത്തുന്ന വൃത്തികെട്ട ആ ഒരു കോലം ആലോചിച്ചു നോക്കിയേ. അതാ ഞാൻ പറഞ്ഞു വന്നത്, സ്ഥാപനങ്ങൾക്കെതിരെ മുറവിളി കൂട്ടുമ്പോൾ സ്ഥാപനങ്ങൾ പെറ്റുപെരുകട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ഒരുപാട് സ്ഥാപനങ്ങൾ വരണം. അതുകൊണ്ടാണ് ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞു വന്നേക്കാം. കാരണം എന്താണ്? ഒരു സ്ഥാപനം ഉണ്ടായി അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഹാഫിളത്തായാൽ, ഒരു ആൺകുട്ടി ഹാഫിളായാൽ അതുവഴി ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചു അവർക്ക് കിട്ടുന്ന വലിയ പ്രതിഫലമല്ലേ? അതിന്റെ ഒരു അല്പവിഹിതം എനിക്കും കിട്ടിയാൽ ഞാൻ കൃതാർത്ഥനല്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യയായി അവൾ മാറുമ്പോൾ അവളുടെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാണ്. ആ നിലയിലാണ് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ നിസ്ഫ ദീനിഹി ഫലത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി. സുലുസ് എന്നും ഹദീസുണ്ട്, വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. ഒരാളെ കല്യാണം കഴിച്ചാൽ ആ പ്രിയപ്പെട്ട ഭാര്യ അവന്റെ ജീവിതത്തിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാ, ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാ. അത് കഴിഞ്ഞ് ഈ കുട്ടി വളർന്നു വീണ്ടും വരുമ്പോ അവളൊരു ഉമ്മയായി മാറുന്നു. അപ്പൊ ആരാ? തന്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ സ്വർഗം വാപ്പാന്റെ കീശയിലല്ല, വാപ്പാന്റെ ഇടനെഞ്ചിലല്ല, വാപ്പാ ചുമടെടുക്കുന്ന തലയിലല്ല, വാപ്പ കഷ്ടപ്പെടുന്ന ചോര നീരാക്കുന്ന ചുടുനിനം ഒഴുകപ്പെടുന്ന സിരകളിലല്ല. സ്വർഗം നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുട്ടക്കാവ് പള്ളിയുടെ അകത്തളങ്ങളിലല്ല, കണ്ണനല്ലൂർ പള്ളിയിലെ മിഹ്റാബിലല്ല, കുണ്ടുമൻ പള്ളിയിലെ മിമ്പറിലുമല്ല, വെളിച്ചിക്കാല പള്ളിയിൽ. സ്വർഗം നമ്മൾ അന്വേഷിക്കേണ്ടത് പരിശുദ്ധമായ ഹറമിലല്ല, പരിശുദ്ധമായ റൗളയിലല്ല. സ്വർഗം നമ്മൾ അന്വേഷിക്കേണ്ടത് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഉമ്മയായി നമ്മുടെ ഉമ്മമാര് മാറണം. അല്ലാതെ മക്കളെ കൊല്ലുന്ന ഉമ്മയായിട്ട് നമ്മുടെ ഉമ്മമാര് മാറിയാൽ ആ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമാണോ? ഒന്നുമല്ല. അപ്പൊ ആ നിലയിൽ നമ്മുടെ മക്കളെ തർബിയത്ത് കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ച് ഒരുപാട് നേടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇതുവരെ നേടിയ വിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തി, പരോക്ഷമായിട്ടാണ് പരിചയപ്പെടുത്തിയത് സൂറത്തുൻ നഹ്ലിൽ. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്.
സൂറത്തു നഹ്ലിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഒരു പെണ്ണുണ്ട്. പെണ്ണിന്റെ പേര് വ്യക്തമായും അവ്യക്തമായും പറഞ്ഞിട്ടില്ല. ആ പെണ്ണ് സൂറത്തു നഹ്ലിൽ പരിചയപ്പെടുത്തിയ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ ജോലി എന്താണെന്നറിയോ? രാവിലെ മുതൽ നൂല് നോക്കും. മനോഹരമായ നൂല് നൂറ്റ് വൈകുന്നേരം നല്ല മനോഹരമായ ഒരു നെയ്ത്തുശാല പോലെ ആ നൂലൊക്കെ നൂറ്റിട്ട് അതിനെ പൊട്ടിച്ചങ്ങ് കളയും. ഏതുപോലെ ഒരു നാറാണത്ത് ഭ്രാന്തനെ പോലെ മലയിലേക്ക് വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുപോയി അവസാന കഷ്ടപ്പെട്ട് മുകളിലെത്തിച്ചേരുമ്പോ താഴേക്ക് ഉരുട്ടിക്കിട്ട് കൈ പൊട്ടിച്ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു പെണ്ണുണ്ട്. രാവിലെ മുതൽ അവൾ നൂല് നോക്കും. എന്നിട്ട് വൈകുന്നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ നൂല് നൂറ്റതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ പെണ്ണ് പൊട്ടിച്ചിരിക്കും. നേരം വെളുക്കുമ്പോഴും ആ പെണ്ണിന്റെ ജോലി ഇത് തന്നെ. അല്ല പറഞ്ഞു, വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻഗസ. അങ്ങനെ നൂല് നൂറ്റിട്ട് അവസാനം അത് പൊട്ടിച്ചു കളഞ്ഞ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാ. തേൻ നുകരാൻ പൂക്കളിൽ ചെന്നിട്ട് അതിന്റെ മധു നുകർന്നിട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് രുചികരമായ തേൻ സമ്മാനിക്കുന്ന തേനീച്ചയെ പറ്റി പറയുന്ന അധ്യായത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് ഒരു നാറാണത്വ ഭ്രാന്തനെ പോലെ ആ നൂല് മുഴുവനും പൊട്ടിച്ചു കളയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ബഹുമാനപ്പെട്ട ശൈഖുന KP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെയൊക്കെ ജീവനാണ് ബഹുമാനപ്പെട്ട KP ഉസ്താദ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ തലപ്പാക്കെട്ടും ആരൊക്കെ ഉണ്ട് അവരൊക്കെ KP ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. കേരളത്തിൽ ഇന്ന് KP ഉസ്താദിന്റെ ഏതെങ്കിലും നിലയിൽ ശിഷ്യനാവാത്ത ആരുമില്ല. നമുക്ക് അഭിമാനത്തോടെ എടുത്ത് പറയാൻ പറ്റുന്ന, ഏറ്റവും വലിയ ആദരവോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക്, ഉമർ ഉസ്താദിനെ പോലുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ പിതാവാണ് ശൈഖുന KP ഉസ്താദ്. ആ KP ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോവുകയാണ്, വീണു പോകുമോ എന്ന്. കാരണം അത്രയും വളരെ ബലഹീനനായി രോഗത്തിൻ്റെ കാഠിന്യമായ അവസ്ഥയിലും കാലിലൊക്കെ നീര് വരുന്ന അവസ്ഥയിലും ഇവിടെ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ചിട്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ്, ഈ നാട്ടുകാരനാണ്, അദ്ദേഹം ധീരമായി പ്രസംഗിച്ചു നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ ഈ സാധു വന്നിട്ട് ഇതുവരെ സംസാരിച്ചു, ഉസ്താദുമാർ പറഞ്ഞതും പഠിപ്പിച്ചതും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ കേട്ടിട്ട് ഇനിയും മോളെന്തിനാ അവിടെ ആക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നാറാണത്ത് ഭ്രാന്തനെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് അവസാനം പൊട്ടിച്ചു കളഞ്ഞ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ആ കുടം കല്ലിലെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ ഒരു പെണ്ണിനെ പോലെ നിങ്ങൾക്കാകാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോളൂ. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ ഭീകരമായൊരു ഭാവിയാണ്. എന്തുകൊണ്ട്? കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് അങ്ങനെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് യഹബുലിമയശാഉ ഇനാസ എന്ന, പെൺമക്കളെ അല്ലാഹു ഹിബത്തായി ഗിഫ്റ്റായി കൊടുക്കുന്നു എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ആൺമക്കളെ കൊടുക്കുന്ന കാര്യമാണ്. അള്ളാഹു ആദ്യം പെൺമക്കളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയോടുകൂടി തന്റെ ജീവിതത്തിന്റെ ആളുകളുടെ ഇടയിലുള്ള തന്റെ ജീവിതം മോശമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തില് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി അല്ലാഹു തആല പറഞ്ഞു, ആദ്യം ആൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം പറയാതെ പെൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം മാത്രം അല്ലാഹു പറഞ്ഞു. അതെന്തിന്റെ പേരിലാണ്? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരു പെണ്ണുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ആ പെണ്ണ് ഗർഭിണിയായി. ഭർത്താവ് ഒരു വലിയ യാത്രയ്ക്ക് ഒരുങ്ങാൻ. ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുമ്പോ നല്ല ആൺകുട്ടിയെ പ്രസവിച്ചു വെച്ചേക്കണോന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു? പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ആ സമയത്ത് ദേഷ്യം വന്ന ഭർത്താവ് അവളടുത്ത് വരാതെ തൊട്ടടുത്ത വീട്ടിൽ പോയി കിടന്നു. ആ സമയത്ത് സങ്കടത്തോടെ അവൾ കത്തെഴുതി. തന്റെ ഭർത്താവ് ഈ ചെയ്ത നിലപാടിനെതിരെ കത്തെഴുതി. മാലി അബി ഹംസത്തലാ യഅതീന യളല്ലു ഫിൽ ബൈത്തില്ലദീ യലീന ഗളബാന അല്ലാ നാലിദിൽ ബനീന വല്ലാഹി മാ ദാലിക ബിഐദീന. എന്താ പറഞ്ഞത് ആ പെണ്ണ്? എന്റെ ഭർത്താവ് തൊട്ടപ്പുറത്ത് വന്ന് കിടക്കുകയാണ്, എൻ്റെ അടുത്ത് വരുന്നില്ല.
അയാൾക്ക് എന്നോട് ദേഷ്യം ഞാൻ ആൺകുട്ടിയെ പ്രസവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ വല്ലാഹി ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. പെൺകുട്ടികളെ തരുന്നതും ആൺകുട്ടികളെ തരുന്നതും അല്ലാഹു അല്ലേ, ഇതെൻ്റെ കാര്യമല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് കത്തെഴുതി ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഭർത്താവിന് കൊടുത്തുവിടുന്നു. ഭർത്താവ് വായിച്ചിട്ട് മടങ്ങി വരുന്നു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ പേരിൽ വീട് വിട്ടു പോയി അടുത്ത വീട്ടിൽ ചെന്ന് കിടക്കുന്ന ഭർത്താക്കന്മാരുടെ കാലത്തിൽ അല്ലാഹു ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അങ്ങനെയാണ്, ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് കഴിയണം. ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ സൂക്തം അവതരിപ്പിക്കപ്പെട്ടു. എന്താ? പെൺകുട്ടികൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന്. വലിയ സ്ഥാനമാണ് പെൺകുട്ടികൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല മിടുക്കികളും മിടുക്കന്മാരുമാക്കിയിട്ട് ഭർത്താവിൻ്റെ കാൽ കീഴിൽ കഴിയേണ്ടവളല്ല. ഭർത്താവും ഭാര്യയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് സൗജൈനി എന്നാണ്, ഇണകളെന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർന്ന ഖുർആന്റെ ഭാഷയല്ല, അത് മലയാളത്തിന്റെ ഭാഷയാണ്. ഭരിക്കുന്നവൻ ഭർത്താവ്, ഭരിക്കപ്പെടുന്നവൻ ഭാര്യ. അത് ഖുർആന്റെ ഭാഷയല്ല, മലയാളത്തിന്റെ ഭാഷയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഭാഷ സൗജൈനി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ പദവി, ഇണകൾ. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് ആ ഒരു നിലയിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ദാറുൽ ഫലാഹിനെ നല്ല നിലയിൽ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറച്ച് സ്ത്രീകൾ ആരംഭപ്പൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരവസരത്തിൽ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കടന്നു വന്ന് ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്, പുരുഷന്മാർക്ക് ഏത് സമയവും ദൈനംദിനം നൈരന്തര്യം അങ്ങയുടെ മുന്നിൽ അറിവ് പകരാൻ, അത് നുകർന്നെടുക്കാനുള്ള അവസരമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ സ്ത്രീകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഒരു സൗകര്യം അങ്ങ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് സഹാബിയത്തുകളായ വനിതകൾ ആരംഭപ്പൂവായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആവശ്യം അറിയിക്കുമ്പോൾ ബുഖാരി ഷരീഫിൽ കാണാം, അവർക്ക് വേണ്ടി ഒരു ദിവസം പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചോദ്യചിഹ്നമുയർത്തപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ കാര്യപ്രസക്തമല്ലാത്ത നിലയിലൂടെ അപ്രസക്തമായ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കവലപ്രസംഗങ്ങളിലായാലും ചാനൽ ചർച്ചകളിലായാലും നിശാ ചർച്ചകളിലായാലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചും സ്ത്രീകളുടെ അവകാശ ധ്വംസനങ്ങളെ സംബന്ധിച്ചും വളരെ ആധികാരികമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ 176 സൂക്തങ്ങളുള്ള ഒരു അധ്യായം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറയാൻ മാറ്റിവെച്ചു എന്ന് അഭിമാനത്തോടെ ഇസ്ലാമിന്റെ പ്രതിനിധികൾക്ക് പറയാൻ കഴിയത്തക്കവണ്ണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഒരു ദിവസം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവർക്കൊരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ദാറുൽ ഫലാഹി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിഫ്ളുൽ ഖുർആൻ, തർബിയത്ത് അഥവാ വിശുദ്ധ ഖുർആനിന്റെ മനന, ഗഹന, നിരീക്ഷണ ഒരു കലാലയം ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇവിടെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ ബഹുമാന്യരായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് പ്രസംഗിച്ചുപോയ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ലോകത്ത് ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത ആ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒരുപക്ഷെ പുരുഷന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം വിവാഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട്
ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും, പുരുഷന്മാർക്ക് സ്ത്രീയുടെ ആ ബന്ധം വിച്ഛേദിക്കുന്നതിനു വേണ്ടിയിട്ട് ത്വലാഖ് എന്ന വിവാഹമോചനം എന്ന ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിൽ നിന്ന് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഫസഖ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഖുൽഅ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം, ഈ രണ്ട് നിലയിൽ ഒരു പെണ്ണിന് ആ ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബജീവിതത്തിന്റെ ഊഷ്മളതയ്ക്ക് കോട്ടം തട്ടുമ്പോൾ അത് പരിസമാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകിയത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ മനോഹരമായ ഇന്നലകളിലുള്ള ചരിത്രങ്ങൾ നാളെയുടെ ഭാസുരതയ്ക്ക് വേണ്ടി ഇന്നിന്റെ രാത്രികളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയും, ഇസ്ലാമിന്റെ ചരിത്രത്തില് ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് തന്റെ മുന്നിൽ നിന്ന് അറിവ് പഠിച്ച ഒരു പ്രിയപ്പെട്ട ശിഷ്യനെ തന്റെ ജീവിതത്തിന്റെ മാരനാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ആ സംഭവമാണത്. അത് മറ്റാരുമല്ല, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ അദ്ദേഹത്തിന് ദർസ് എടുക്കാൻ കഴിയാതെ ഒരു യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോ ആ പ്രിയപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ക്ലാസ് മുടങ്ങി പോകുന്നതിനെ പറ്റി ആശങ്കയിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് അറിവ് പഠിച്ച പൊന്നുമോള് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ദർസ് എടുത്തു കൊടുക്കാം, അതിനുള്ള പ്രാവീണ്യം ഞാൻ നേടിയിട്ടുണ്ട് അങ്ങയിൽ നിന്ന്. വാപ്പ അനുവദിച്ചു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട മകൾ വളരെ സ്തുത്യർഹമായ നിലയിൽ തന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ശിഷ്യന്മാർക്ക് വിശുദ്ധ ഖുർആനും തിരുചര്യയും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനം ഒരവസരത്തിൽ തന്റെ വിവാഹത്തിലേക്ക്, തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രതിശ്രുത വരൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്നലെ വരെ തന്റെ മുഖത്ത് നിന്ന് അറിവ് ശേഖരിച്ച ഒരു ശിഷ്യനാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന ആ വികാര നിർഭരമായ നിമിഷത്തിന് ആ പ്രിയപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള് സാക്ഷ്യം വഹിക്കുകയാണ്. വാപ്പ ചോദിച്ചു, മോളെ, വളരെ കാര്യമായ നിലയിൽ നീ ദർസ് എടുത്തു കൊടുത്തല്ലോ, വിശുദ്ധ ഖുർആനിൽ ഒരു സംശയവും നിനക്കില്ലേ? ആ സമയത്ത് വാപ്പയോട് ചോദിച്ചൊരൊറ്റ ചോദ്യം മാത്രമാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ചോദിച്ചത്, വാപ്പാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ആയത്തിൽ ഒരു ചെറിയ നേരിയ ആശങ്ക മാത്രമാണ് എനിക്കുള്ളത്. ആഖിറത്തിലെ ഹസനത്ത്, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഭൂമി ലോകത്തെ ഹസനത്ത് ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, എനിക്ക് ഭൂമിയിൽ ഹസനത്ത് നൽകണമെന്ന് ദുആ ചെയ്യുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തെ വിശദീകരണം എനിക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ആ സമയത്ത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞു, പൊന്നുമോളെ, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറയുന്നത് സാലിഹത്തായ ഭാര്യയാണ്. ഒരു ഭർത്താവിന് അല്ലാഹു കൊടുക്കുന്ന ദുനിയാവിലെ ഹസനത്ത് അതവന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളല്ല, അവന്റെ ഭൗതികമായ ഏതെങ്കിലും ഉയർച്ചകളോ വളർച്ചകളോ അല്ല, അവന് കിട്ടുന്ന അധികാരത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമല്ല, അവന് കിട്ടുന്ന പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും അഭിമാനത്തോടെ അവൻ എന്നും ഓർക്കുന്ന ഏതെങ്കിലും അംഗീകാരങ്ങളോ ഒന്നുമല്ല. ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഹസനത്ത് സദ്വൃത്തയായ സാലിഹത്തായ ഒരു ഭാര്യയാണ് എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോളെ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ പ്രഥമ ഘട്ടത്തിൽ വിശദീകരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഇവിടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന കേന്ദ്രമാണ്. പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയുമ്പോൾ വളരെ കെയറിംഗ് ഉണ്ട് എന്നും സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ബനാത്തുകൾ
അറബി കോളേജുകൾ, മദ്രസകൾ, യതീംഖാനകൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കുക. ഒരു ഭാഗത്തൊരു സ്ഥാപനം പൂട്ടി സീൽ ചെയ്യുമ്പോ ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ കലാലയങ്ങൾ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് അനുഗ്രഹീതമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ തൽക്കാലം ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വിശദീകരിക്കുന്നില്ല. കാരണം നമ്മുടെ വിശദീകരണം ആ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഈ സദസ്സിനോട് ഒരുപക്ഷെ നീതി പുലർത്താൻ എനിക്ക് കഴിയുമോ എന്ന എന്റെ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീതമായ ദാറുൽ ഫലാഹിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പഠിച്ച് വളർന്ന് വലുതായി വരുമ്പോ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മൂന്നാണ്. ഇസ്ലാമിന്റെ സമീപനം മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഒരു പെൺകുട്ടി മകളായിരിക്കുമ്പോ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ്. ഒരു പെൺകുട്ടി വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ്. രണ്ടാമത്, അവൾ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി 18 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിലെ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോ അവൾ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ അവൾ നേരത്തെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുത്തിരുന്നവൾ എന്നതിനപ്പുറത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദീനിന്റെ ജീവിതത്തിന്റെ പകുതിയായി അവൾ മാറുകയാണ്. തീരുന്നില്ല ഇസ്ലാമിന്റെ നിലപാട് സ്ത്രീകളോടുള്ളത്. അവൾ 9 മാസം 10 ദിവസം കഴിഞ്ഞ് അവൾ അള്ളാഹു കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുത്തിരുന്ന പൊന്നുമോൾ എന്ന പദവിക്കപ്പുറത്ത് ഭർത്താവിന്റെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചവളെന്ന് പറയുന്ന ഭാര്യ പദവിയുടെ അപ്പുറത്ത് തന്റെ പൊന്നുമക്കളുടെ സ്വർഗം കാൽ ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു ഉമ്മയായി ആ പെൺകുട്ടി മാറുന്നു. ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങൾ സ്വർഗം വാങ്ങിക്കൊടുക്കുമോ നരകം വാങ്ങിക്കൊടുക്കുമോ എന്ന ആശങ്ക. പക്ഷേ ദാറുൽ ഫലാഹുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ, ദാറുൽ ഫലാഹുകൾ ചരിത്രം സൃഷ്ടിക്കപ്പെടുമ്പോൾ, ദാറുൽ ഫലാഹുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കപ്പെടുമ്പോൾ, ദാറുൽ ഫലാഹിന്റെ സമുദ്ഘാടനം ശൈഖുന കെ പി ഉസ്താദിനെ പോലുള്ള പണ്ഡിത വരേണ്യന്മാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ ആ പെൺകുട്ടികൾ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവരാകുന്നു. അവരും മിടുക്കികളായി പഠിച്ച് വളർന്നു വന്നാൽ അവരുടെ ജീവിതത്തിന്റെ മംഗല്യമായി അവർ കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ട് അവരുടെ കഴുത്തിൽ ഒരു താലി ചാർത്തി ഒരു മഹറുമാല ചാർത്തി കൊടുക്കുമ്പോൾ അവൾ തന്റെ ജീവിത സഖിയായി കടന്നു വരുന്ന, ജീവിതത്തിന്റെ പ്രാണനായി കടന്നു വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദീനിന്റെ സമ്പൂർണമായ പകുതിയുടെ പൂർത്തീകരണമായി മാറുന്നു. അതുവഴി ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നാളെ ചെന്നെത്താൻ കഴിയുന്നത് തന്റെ കാൽ ചുവട്ടിനടിയിൽ സ്വർഗവും പേര് നടക്കുന്ന, സ്വർഗം കൊണ്ട് നടക്കുന്ന ഒരു മാതൃത്വത്തിന്റെ പ്രതീകമായി അവൾക്ക് മാറാൻ കഴിയും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കേട്ട വാർത്ത പോലെ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് ഈ വൃത്തികെട്ടവന്റെ പേരിനോടൊപ്പം ഒരു മൃഗത്തിന്റെ പേര് അള്ളാഹു അതിന് ഈ പ്രിയപ്പെട്ടത് ഇങ്ങനെയുള്ള പള്ളികളും മദ്രസകളും ബനാത്തുകളും അറബി കോളേജുകളും യതീംഖാനകളും ഒരിക്കലും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമായി എന്ന് മറ്റുള്ളവർ പറയുന്നതിന് നിങ്ങളാണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കിന്